മാങ്ങാ സീസണൊക്കെ ആണല്ലോ. അപ്പം നല്ല കുറച്ച് പഴുത്ത മാങ്ങയും സാഗോ പേൾസ് അതായത് ചൗവരിയും വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റൈലൻ സമ്മർ ഡ്രിങ്ക് അങ്ങ് ഉണ്ടാക്കാം. അതും ഒരു സൂപ്പർ ഹെൽത്തി ഡ്രിങ്ക്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് ചൗവരി വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി കുതിർത്തിട്ടതിന് ശേഷം വേവിച്ചതിന് ശേഷം പച്ചവെള്ളത്തിൽ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നല്ല മധുരമുള്ള പഴുത്ത മാങ്ങ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നല്ല കുറുകുറാന്നുള്ള തേങ്ങാപ്പാലും മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ് സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിൽ കണ്ടൻസ് മിൽക്കോ പഞ്ചസാരയോ ക്രീമോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. മധുരത്തിന് ആവശ്യമായിട്ട് ഡേറ്റ് സിറപ്പോ ഹണിയോ മേപ്പിൾ സിറപ്പോ അതോ ഫ്രഷ് ഡേറ്റ്സോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ അരച്ച് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ. പക്ഷെ നല്ല കുറുകിയ രീതിയിൽ അരച്ചെടുക്കുന്നതാണ് ഒരുപാട് വെള്ളമാകുന്നതിലും നല്ലത്. ഒരുപാട് ലൂസാക്കി കഴിഞ്ഞാൽ ഒരു മാംഗോ ജ്യൂസിൻ്റെ കൺസിസ്റ്റൻസി ആയി പോകും. അപ്പോൾ അത് അരച്ച പേസ്റ്റ് നമുക്കൊരു വലിയ ബൗളിലേക്ക് മാറ്റാം. ഇനി നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള സാഗോ പേൾസ് ചേർത്ത് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടയുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി കുറച്ച് അധികം ഐസ് ക്യൂബ്സും കട്ട് ചെയ്ത മാംഗോ പീസസും കൂടെ ചേർത്തൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ കൂളർ ആയിട്ടുള്ള സമ്മർ ഡ്രിങ്ക് മാംഗോ സാഗോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഐസ് ക്യൂബ്സ് ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇതിനെ ഡ്രിങ്ക് എന്നോ ഡെസേർട്ട് എന്നോ ഏത് പേര് വേണമെങ്കിലും വിളിച്ചോളൂ, പക്ഷേ സംഭവം സൂപ്പറാണ്. റിഫൈൻഡ് ഷുഗറൊക്കെ ഒഴിവാക്കിയിട്ട് ഡയറ്റ് ചെയ്യുന്നവർക്ക് മാംഗോ സാഗോ കഴിക്കണമെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഇനി ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെങ്കിൽ താഴെ ക്യാപ്ഷനിൽ ലോങ് വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി ഒരു സ്പൂൺ എടുത്ത് ഈ ഗ്ലാസ്സിൽ ഒഴിച്ചേക്കുന്ന എല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് കുടിക്കണം. എൻ്റെ പൊന്നോ സൂപ്പറാണ്. വീട്ടിൽ മോൻ ഉൾപ്പെടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. ബൈ.